ആലിൻ ഷെറിൻ എന്ന കുട്ടി കാർ അപകടത്തിൽ മരണപ്പെട്ടതിനെക്കുറിച്ചും ആ കുട്ടിയുടെ പേരൻസ് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായതിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. തീർച്ചയായും ആ കുട്ടിയുടെ പേരൻസ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ആ കുട്ടിക്ക് സംഭവിച്ച അപകടവും മരണവും ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മളെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടി ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. അത് കാറുകളിൽ ഉപയോഗിക്കേണ്ട ചൈൽഡ് സീറ്റുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ കാറുകളിൽ അങ്ങനെ ആരും ചൈൽഡ് സീറ്റ് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. കാരണം സേഫ്റ്റി സംഭവങ്ങളെക്കുറിച്ച് വലിയ ചിന്തയില്ലാത്ത ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അതുകൊണ്ട് പേരൻസ് ചൈൽഡ് സീറ്റ് ഉപയോഗിക്കാത്തതിന് നമുക്ക് അവരെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇനിയെങ്കിലും കാര്യമായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. ഇത്തവണ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ വാങ്ങിയ ചൈൽഡ് സീറ്റാണിത്. ISO ഫിക്സ് ഉള്ള, ഒരു തവണ ഫിക്സ് ചെയ്താൽ സിമ്പിളായി കുട്ടിയെ ഇരുത്താനും എടുക്കാനും പറ്റിയ 12 വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സീറ്റാണിത്. ഇനി ഇത് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ചീപ്പ് ആയിട്ടുള്ള ചൈൽഡ് സീറ്റും വാങ്ങാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പൈസ ഒരു പ്രശ്നമല്ലാത്തവർ എന്തായാലും ഇത് വാങ്ങി കാറിൽ വെക്കുക. കാരണം കുറെ പേര് ഇത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ ആളുകൾ അത് കാണുകയും അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും പയ്യെ അത് നമ്മുടെ ഒരു സേഫ്റ്റി കൾച്ചറിന്റെ പാർട്ടാവുകയും ചെയ്യും. പിന്നെ ചിലപ്പോൾ തുടക്കത്തിൽ കുട്ടികൾ അതിലിരിക്കില്ല, കരയുകയൊക്കെ ചെയ്യും. പക്ഷെ വേറെ വഴിയില്ല എന്ന് കാണുമ്പോൾ അത് അവർക്ക് ശീലമാകും. കുട്ടികളുടെ സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ കാറിൽ ചൈൽഡ് സീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവർ പോകാൻ സമ്മതിക്കും. ആ ഒരു രീതിയിലേക്ക് പയ്യെയാണെങ്കിലും നമ്മൾ മാറേണ്ടതാണ്.